നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുള്ളാം മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ മത്സരം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ജയിച്ചു എന്ന് പറയേണ്ടി വരും. അതുപോലുള്ള ഒരു പെർഫോമൻസ് ആണ് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. 1-0 വിജയത്തിലേക്ക് എത്തി. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. സ്റ്റാറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റാണ് യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. 90 മിനിറ്റ്സിലാകെ 3 ചാൻസുകൾ മാത്രമേ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്, ഒരു ഗോള്. അതിലും മെച്ചപ്പെട്ട രീതിയിൽ ഫുള്ളാം കളിച്ചു. 9 ചാൻസുകൾ ഉണ്ടായിരുന്നു. 3 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഒഫൻസീവ് ലൈനപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ 1-2 ഗോളൊക്കെ അടിക്കേണ്ട ചാൻസുകൾ അവർക്ക് ഉണ്ടായിരുന്നു. 3-4 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു സ്പേഴ്സും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒരു ഗ്രൗണ്ടിലാണോ പരിശീലിക്കുന്നത് എന്ന് തോന്നിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ പാസിംഗ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സിമിലർ ആണ്. സൈഡ് പാസ് ചെയ്യുന്നു, മിഡിലേക്ക് പാസ് വരുന്നു, ഒനാനയിലേക്ക് ബോൾ പോകുന്നു, ലോങ് ബോൾ ഇടുന്നു, വീണ്ടും സൈഡ് പാസ് വരുന്നു. ഈ ഒരു ലൂപ്പിലൂടെയാണ് ആദ്യത്തെ 30 മിനിറ്റിൽ കളി പോയത്. ഫൈനൽ തേർഡിൽ 2 ടീമുകളും വളരെ വളരെ സ്ലോപ്പി ആയിരുന്നു. എസ്പെഷ്യലി ഈ കുട്ടികളെ കയ്യിൽ നിന്നൊക്കെ ടോയ്സ് വാങ്ങുന്ന ലാഘവത്തോടെയാണ് യുണൈറ്റഡിന്റെ പ്ലേയറിന്റെ സൈഡിൽ നിന്ന് ഫുള്ളാം വന്നിട്ട് ബോൾ എടുത്തുകൊണ്ട് പോകുന്നത്. അത്രയ്ക്കും ഈസിയാണ്. ഇപ്പൊ 2 പ്ലെയർ വന്നിട്ട് യുണൈറ്റഡിന്റെ സൈഡിലേക്ക് വരുന്നു, ഒരു മിസ് പാസ്, ബോൾ ഡയറക്റ്റ് ആയിട്ട് ഫുള്ളാമിന്റെ കയ്യിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഒരു ത്രൂ പാസ് കൊടുക്കുന്നു, അത് ഡയറക്റ്റ് ആയിട്ട് ഫുള്ളാമിന്റെ പ്ലെയർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഇങ്ങനെ 10-20 മിസ് പാസുകൾ ഇന്നത്തെ കളിയിൽ നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ കമ്മിറ്റ്മെന്റ് കാര്യം നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ബോൾ മിസ്സായി, അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. അപ്പം എന്താണ് ചെയ്യുക? വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ പോയി ഒരു ഫിസിക്കലി ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ബോൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്ലെയറിന്റെ പിറകെ തന്നെ ഓടുന്നു, ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്നു. അത് യുണൈറ്റഡ് പ്ലെയറിന്റെ പല സൈഡിൽ നിന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ഇന്ന് ഫുള്ളാം ചെയ്തിട്ടുള്ള ടാക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ടാക്കിൾസ് അല്ല, ബോൾ വിൻ ചെയ്യാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള എഫേർട്ട് നോക്കിക്കഴിഞ്ഞാൽ, സ്ലൈഡ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുന്നു, 3 പേര് കൂട്ടത്തിൽ ഓടിയിട്ട് ബോൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ബോൾ മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലെയറും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ആ ബോൾ റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ യുണൈറ്റഡിന്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 1-2 പ്ലേയേഴ്സ് ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് പ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ കലക്റ്റീവ്ലി ഒരു ടീം എന്ന രീതിയിൽ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് പല സൈഡിൽ നിന്നും കാണുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കോച്ചിങ്ങിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ പ്ലേയേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഈ ഒരു എഫേർട്ട് പല സൈഡിൽ നിന്നും വരുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഒഫൻസീവ്ലി യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് ആദ്യത്തെ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിചിത്രമായിട്ടുള്ള സ്റ്റാറ്റൊക്കെയാണ് കാണുന്നത്. 0 അറ്റംപ്റ്റ്, 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഒഫൻസീവ്ലി ബോക്സിനകത്ത് കയറിയൊന്നും തന്നെ നമുക്കറിയില്ല. ഫുള്ളാം അത്രയ്ക്കും കൺട്രോളോടെയാണ് ആദ്യത്തെ 30 മിനിറ്റിൽ കളിച്ചത്. ഇപ്പൊ വിങ്ങിലൂടെ റോബിൻസണൊക്കെ ബോളുമായിട്ട് വരുന്നു, 1-2 ക്രോസുകൾ ബോക്സിലേക്ക് ഇട്ടു. പക്ഷെ അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ജിംനേസിനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇല്ലെങ്കിൽ അവർക്ക് സ്കോർ ചെയ്യാനുള്ള ചെറിയ ചെറിയ ചാൻസുകൾ ഉണ്ടായിരുന്നു. ഒഫൻസീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസിൽ നിന്നൊക്കെ ആളിറങ്ങി വന്നിട്ട് സ്കോർ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പൊ യുണൈറ്റഡിന്. ഹോയ്ലൻഡ് ആയാലും അമാദ് ആയാലും ഫസ്റ്റ് ഹാഫിൽ വലിയ രീതിയിലുള്ള ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് ബോൾ തന്നെ വേണ്ട രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ മിഡ്ഫീൽഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒനാന ലോങ് ബോൾ ഇടുന്നു, ആ ലോങ് ബോൾ ഡയറക്റ്റ് ആയിട്ട് ബാസി ആയാലും മറ്റ് ഡിഫൻഡേഴ്സും ഒക്കെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് അറ്റാക്കിലേക്ക് പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 78 മിനിറ്റിൽ സെക്കൻഡ് ഹാഫിൽ വെച്ച് ലിസാൻഡോ മാർട്ടിനേസിന്റെ ഒരു ഷോട്ട്, മിഡ്ഫീൽഡിന് അടുത്തുള്ള ഒരു ഷോട്ട് ചെറിയൊരു ഡിഫ്ലക്ഷനോടെ പോസ്റ്റിലേക്ക് എത്തി. അതാണ് 1-0 ഗോളിലേക്ക് പോയത്. പിന്നീട് ഇഞ്ചുറി ടൈമിൽ ഹമാദിന്റെ ഒരു കിടിലൻ ഗോൾ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് സൈഡ് ആയത് കാരണം അലോ ചെയ്തില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 1-0 ലീഡോടെ യുണൈറ്റഡ് ജയിച്ചു. അപ്പൊ കളീനെ പറ്റി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഒരു വൺ പെർഫോമൻസ് ഒരിക്കലും ആയിരുന്നില്ല. ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഗാത്തെ ഡീസെന്റ് ആയിരുന്നു.
അപ്പോൾ ബാക്കി ആരെയും ഇന്നത്തെ കളിയിൽ അധികം കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. മാർട്ടിനസ് ആ ഗോൾ സ്കോർ ചെയ്തു, 1-2 ചാൻസുകളൊക്കെ പുള്ളി ക്ലിയർ ചെയ്തു. എനിക്ക് തോന്നുന്നു മെഗ്വയർ ഡീസെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഈ 2-3 പ്ലേയേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കണക്കായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും ഫുള്ളാം കളിയിൽ പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷേ ലക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ 3 പോയിന്റ് യുണൈറ്റഡ് സ്വന്തമാക്കി. അഗ്ലി വിന്നാണ്, പക്ഷേ 3 പോയിന്റ്സ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞതുപോലെ പതുക്കെ യുണൈറ്റഡ് മുമ്പോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.